Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തി ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി വേണ്ട എന്ന് വെച്ചു, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അതിൽ നിന്നും മൂവ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് ക്ലിയർ ആയി മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും അവരുടെ ചില ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ചില ആക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ക്ലിയർ ആയി മനസ്സിലാക്കാൻ സാധിക്കും. സോ ആ ഒരു പാസ്റ്റ് ലൈഫിനോട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് ചാപ്റ്റർ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സൈൻസ് ഉണ്ട്. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് അവർ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കണക്ഷൻസും കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജോ ഒരു കോളോ അല്ലെങ്കിൽ ഒരു റിയാക്ഷനും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. ആ രീതിയിലായിരിക്കും അവരുടെ എല്ലാ പ്രവൃത്തികളും. ഒരു പക്ഷെ നിങ്ങൾ അവരെ കുറിച്ച് അന്വേഷിച്ചാലോ അല്ലെങ്കിൽ അവർ കാണണമെന്ന് കരുതി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലോ ഒക്കെ അവരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ റിയാക്ഷൻ, അതിലൊരു പ്രതികരണവും ഉണ്ടായിരിക്കില്ല. അതൊരു പക്ഷെ കണ്ടിട്ടും കാണാത്തതുപോലെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അവരെ കോൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് നിരന്തരം മെസ്സേജ് അയക്കുന്നു, പക്ഷെ ഇതിനൊന്നും യാതൊരുവിധ റെസ്പോൺസും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിലേഷൻഷിപ്പിനോട് അവർ കറക്റ്റായി അല്ലെങ്കിൽ വളരെ പ്രോപ്പറായി അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാമത്തെ സൈനാണ്. ആക്ച്വലി അവരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. മാത്രമല്ല നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സൈൻ നോക്കുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. സോ ആവശ്യമുള്ള ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഒരു പക്ഷെ അവരൊരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് കമ്മിറ്റഡ് ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് ഡേറ്റിംഗിലായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാതെ തന്നെ അവർ വളരെയധികം ജെന്യൂൻ ആയി ഹാപ്പിനെസ് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ കാണത്തക്ക രീതിയിൽ അവരത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നിങ്ങളുടെ മുമ്പിൽ അവർ വിസിബിൾ ആകുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മളേറെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു സൈന്. സോ വിത്തൗട്ട് യു അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇല്ലാതെ തന്നെ അവർ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല അവരൊരു പുതിയ റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് ഡേറ്റിങ്ങിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്, അല്ലെങ്കിൽ ഡേറ്റിംഗ് ചെയ്യാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ഹൈഡാക്കി വെക്കാൻ താല്പര്യപ്പെടില്ല. അതെല്ലാം അവർ നിങ്ങൾക്ക് മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയുള്ള ഇത്തരം കാര്യങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് രണ്ടാമതായിട്ട് നമുക്ക് അവർ ആക്ച്വലി മൂവ് ഓൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അവർ ആക്സെപ്റ്റ് ചെയ്തു, അതിൽ നിന്നും മുന്നോട്ട് പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ സൈൻ. ഇനി മൂന്നാമതായി, ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ യാതൊരുവിധ ഇൻട്രസ്റ്റും അവർക്ക് ഉണ്ടായിരിക്കില്ല. എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഒരു അൺബോധേഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ പെരുമാറ്റം, അവരുടെ പ്രവൃത്തികൾ എന്നുണ്ടെങ്കിൽ ഇതാണ് മൂന്നാമത്തെ ഒരു സൈന്. ആക്ച്വലി അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു ബ്രേക്കപ്പിൽ നിന്നും കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ. ഇങ്ങനെ അൺബോധേഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അവർ എത്തിയിട്ടുണ്ടെങ്കിൽ സാഡ് സ്റ്റാറ്റസുകൾ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള സ്റ്റാറ്റസോ സ്റ്റോറീസോ കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അതിനോടൊരു റിയാക്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നും ഇത്തരം ആളുകളുടെ ഭാഗത്തൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അവർ കംപ്ലീറ്റ്ലി ഒരു ഡിസ്റ്റന്റ് ആയിട്ടായിരിക്കും, അതായത് ഇമോഷണലി ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ കംപ്ലീറ്റ്ലി ഒരു അൺബോധേഡ് ആണ്. നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മാറ്ററിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, വാട്ട് എവർ ഹാപ്പനിങ്, അത് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിലൊന്നും ഒരു പ്രത്യേക താല്പര്യമില്ല എന്ന രീതിയിലാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അവർ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ക്ലിയർ സൈൻ. നെക്സ്റ്റ്, അവരുടെ ലൈഫിൽ ഒരു ബിഗ് ചേഞ്ച്, ഒരു വലിയ മാറ്റം, ഒരു പക്ഷേ അവരെ കൊണ്ട് പോസിബിൾ അല്ല എന്ന് കരുതിയ ഒരു മാറ്റം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ചില സാഹചര്യങ്ങളിലൊക്കെ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നിങ്ങളില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ പുതിയൊരു സിറ്റിയിലേക്ക് മാറുക, അല്ലെങ്കിൽ ഒരു പുതിയ പ്ലേസിലേക്ക് പോവുക, അല്ലെങ്കിൽ പുതിയൊരു ജോബിലേക്ക് എൻ്റർ ആവുക, ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇത്തരത്തിൽ കംപ്ലീറ്റ്ലി ഒരു ബിഗ് ചേഞ്ച് അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈൻ
ഇതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ദിവസവും കാണേണ്ടി വരുന്നു എന്ന് വിചാരിക്കുക ആഫ്റ്റർ ബ്രേക്കപ്പ് പോലും. ബട്ട് അവർ വളരെയധികം പീസ്ഫുൾ ആയിട്ടാണ്, അല്ലെങ്കിൽ വളരെയധികം ജെന്യൂൻലി ഹാപ്പിനെസ്സോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോട് ഇടപഴകുന്നത്. ഒരു പക്ഷെ നിങ്ങളോടും വളരെയധികം സന്തോഷത്തോടു കൂടിയും, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് എന്നുള്ള കാര്യമൊന്നും അവരെ അത്രയധികം ബാധിക്കാത്ത രീതിയിലൊക്കെയാണ് അവർ കൂടുതലായിട്ടും സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവർ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയി എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് അവർക്ക് വന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ അത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നത്. സോ അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ബിഗ് ചേഞ്ച് വരുന്നതായിട്ട് അല്ലെങ്കിൽ വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സൈൻ. ഫൈനലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില ആളുകൾ വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെയോ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ കൃത്യമായി എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചാൻസ് ഇനി ഇല്ല. അതായത് ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പാച്ചപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്നുള്ളത് കൃത്യമായി ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കേസുകളും ഉണ്ട്. സോ അങ്ങനെ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ഇനിയും വീണ്ടും ഒരു ചാൻസ്, ഒരു സെക്കൻഡ് ചാൻസിന് പോസിബിലിറ്റി ഇല്ല എന്നുള്ളത് അറിയിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ക്ലിയർ ആയിട്ടുള്ള മറ്റൊരു സൈൻ. ആക്ച്വലി അവർ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ടുണ്ട്, ഇനിയൊരു പാച്ചപ്പ് പോസിബിൾ അല്ല എന്നുള്ളത്. ഇത്രയും സൈൻസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആ റിലേഷൻഷിപ്പിൽ നിന്നും അവർ കംപ്ലീറ്റ്ലി അവർ മൂവ് ഓൺ ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ചില കേസുകളിൽ, അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രം വീണ്ടും പാച്ചപ്പ് ആകുന്ന സിറ്റുവേഷൻസും വരാറുണ്ട് എന്നുള്ളതാണ്. സോ റിലേഷൻഷിപ്പിൽ നിന്നും കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്